ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെറ്റൽ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു പ്രത്യേക സാധനം കണ്ടു ഗൈസ്. അതുകൊണ്ട് മാത്രം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല ഗൈസ്, ഒരു സംഭവം ഇറങ്ങുന്നു, അതും ക്ലാഷ് റിലീസാണ് ഗൈസ്. ക്ലാഷ് റിലീസ് അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻട്രൂവ് ചെയ്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കാണാതെ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഞാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇറ്റ്സ് നൺ അതർ ദാൻ ഗൈസ് ബസൂക്ക. അപ്പോൾ അത് കൊണ്ട് 10-ാം തീയതി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഐ വാണ്ട് ടു റിയാക്ട് ഗൈസ്. അല്ലെങ്കിൽ അതൊരു ഇതായി പോകും. നമ്മുടെ ചാനൽ എന്തായാലും നമുക്ക് അതൊരെണ്ണം വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ പോരാത്തതിന് ഈ സമയത്തേക്ക് എന്താണ് പറയേണ്ടത്, നമ്മുടെ എമ്പുരാൻ്റെ ട്രെയിലറും കൂടെ ഇറങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് ഗംഭീരമാക്കാമായിരുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ഇതിനകത്ത് അത് ഉണ്ടാകും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ റിയാക്ഷനും കൂടി ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബസൂക്കയുടെ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കാരണം വിത്ത് തലയാണ് ഗൈസ്, തലയുമായിട്ടാണ് ഗൈസ് ക്ലാഷ് റിലീസ് ഉള്ളത്. നമുക്ക് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയായിരിക്കും സംഭവം. കത്തുവോ കയറുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയാം ഗൈസ്. ആൻഡ് ഐ ആം വെരി മച്ച് ഇൻട്രൂ ഗൈസ്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ക്ലാഷ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് എന്താ പറയേണ്ടത്, ഏട്ടൻ ഫാൻസ് അല്ലെങ്കിൽ തല ഫാൻസ്, അതേപോലെ തന്നെ ഇക്ക ഫാൻസ്. ത്രികോണം ഏത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു റിലീസ് അപ്പം തന്നെ കൊണ്ട് വെച്ചതിനെ കുറിച്ച് അതെനിക്ക് രോമാഞ്ചം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മോനെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറയുക. പിന്നെ പോരാത്തതിന് എമ്പുരാനും ഇറങ്ങുന്നുണ്ട്. ഒരു ഫ്യൂ ഡേയ്സ് മാത്രമേ കഴിയുന്നുള്ളൂ ഇതിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും. ബോയ്, സംതിങ് കുക്കിംഗ് ഗൈസ്. സംതിങ് റിയലി അമേസിങ് ഈസ് കുക്കിംഗ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഗൈസ്, നമ്മുടെ none other than ട്രെയിലർ. ലെറ്റ്സ് ഗോ ഫോർ ദ ഒഫീഷ്യൽ ട്രെയിലർ. ഗൈസ്, ഇതിൻ്റെയും ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ടീസറേ ഇറങ്ങിയിട്ടുള്ളൂ. ഗൈസ്, ഇത് ശരിക്കും ഒന്ന് നോക്കി, ഇതിൻ്റെയും ടീസറേ ഇറങ്ങിയിട്ടുള്ളൂ. ബട്ട് ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടിൻ്റെയും ചിലപ്പോൾ മിക്കവാറും ഒരുമിച്ച് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോനെ ഗൈസ്, ഇത് കത്തും കയറും. യു സബ്വൂഫർ ഓർ ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ സൗണ്ട് എക്സ്പീരിയൻസ്. വരും പിന്നെ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ yes, use subwoofer or headphones for better sound experience. Let's get to it. Yes, let's get to it. Saregama in association ബെഞ്ചമിൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നത്. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ ബെഞ്ചമിനോടൊരു ബഹളം. നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സർ. ഓക്കെ. നൈസ് റോൾ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം ബിറ്റ്വീൻ ഗുഡ്. This is the part where I get improved. അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ എന്താ പറയണ്ടേ, ക്ലാഷ് റിലീസിന് ഇറങ്ങുന്ന പടമായിട്ട്. So then who are you? Hey buddy, get ready for the game. It's tuxedo time. അവിടെ കൊണ്ട് ഒരു ഡയലോഗ് ഉണ്ട് മോനെ. പണിയാണ്. 8-2-16 നല്ല കേസ്. ഇത് കഴിഞ്ഞിട്ടൊരു സാധനം വരും. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്തൊന്നുമില്ല ഭായി. അല്ല പിന്നെ ഇതിന്റെ ജസ്റ്റ് ഒരു ചെറിയ സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇന്നലെയോ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും 10-ാം തീയതി റിലീസ് ആകുന്നെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അറ്റൻഷൻ ശരിക്കും അതിനകത്തോട്ട് പോയത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. കാരണം ഇത് അങ്ങനെ ഇത് ചെയ്യണമെന്നൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ രണ്ടാമത് ഇത് ഒന്നുകൂടെ കണ്ടു നോക്കിയപ്പോഴാണ് ആ ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. അത് കിട്ടില്ല സാധനം മാത്രമല്ലല്ലോ, വേറെന്തോ ഉണ്ടായിരുന്നല്ലോ. ഗൈസ്, ഇതിൻ്റെ ടീസർ
ഇതിന്റെ ടീസർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏത് എമ്പുരാന്റെ, അത് ഇന്റർനാഷണൽ സാധനമാണ്. പിന്നെ ഒരു 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 ഗരക്കമ്പി ഇങ്ങനെ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഹാഫ് ആൻ അവർ ഹിന്ദിമയമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ലൈക്ക് ഇതിനകത്തുനിന്ന് പിന്മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ ലൈക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. തന്നെ ഒരു ഹിന്ദി ടച്ച് കൊടുക്കുന്നതിനകത്ത് കുറച്ചുകൂടെ ഗാംഭീര്യത ഉണ്ടായിരുന്നു. തന്നെ ഇതിപ്പോൾ നമ്മുടെ ഗോപാലനാണ് അത് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റേ നമ്മുടെ എന്താ പറയണ്ടേ, എമ്പുരാൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ വല്ലതും പിരിച്ചു വിടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഇത് അവൈറ്റഡ് ആണ്. ഞാൻ സത്യം പറയാമല്ലോ ഗൈസ്, ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ എന്തുവാ സാധനം ട്രെയിലർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് വേറൊരു വീഡിയോ ആയിട്ടാണെങ്കിലും വരും. പക്ഷേ ഗൈസ്, നമ്മൾ ഗുഡ് ബാഡ് അഗ്ലിക്കകത്ത് നമ്മളുടെ സ്ട്രീമിനകത്ത് നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്, ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ലാസ്റ്റ് ഇട്ട സ്ട്രീമിൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ടിൽ നമ്മൾ അതിനെക്കുറിച്ച് സ്ട്രീം ചെയ്തിട്ടിട്ടുണ്ട്. എനിക്കൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഗൈസ് എന്തായാലും നമ്മുടെ ചാനൽ കയറി ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ ഇവിടെ ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ കാണണ്ടേ, നമ്മൾ റിയാക്ഷനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പെറ്റർ ക്രിസ്റ്റ ഹിയർ ബൈ സൈനിങ് ഓഫ്. പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, പെട്ടെന്ന് തന്നെ കാണുന്നുണ്ടാവും. Just wait and watch, guys. And also, thanks for watching, guys. Thanks for watching. And also, guys, നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഇതിനൊക്കെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്, നിങ്ങളുടെ ഗസസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഓപ്പൺ ആണ്. ഫീൽ ഫ്രീ ടു കമ്മ്യൂണിക്കേറ്റ്, ഗൈസ്. ഓക്കെ, അപരാധം പറയരുത്. പുണ്ടച്ചു മക്കളെ എല്ലാ എണ്ണത്തിനും ഞാൻ കിണ്ടും, പറഞ്ഞില്ല എന്ന് വേണ്ട. അത് പറഞ്ഞുകൊണ്ട് ഹിയർ ബൈ മെറ്റൽ ക്രിസ്റ്റ സൈനിങ് ഔട്ട്. Peace, and hope you guys enjoyed the video. See you in the next video.